വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 അതിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഓരോ വാക്കുകളും എടുത്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആക്ടിവിറ്റിയാണ്. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് അപ്രീഷിയേറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായ 2 ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് ആണ്. അതിലുള്ള മുഴുവൻ ആക്ടിവിറ്റിയുമായിട്ട് എത്രയും വേഗം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് അപ്രീഷിയേറ്റിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും ചെയ്യാം. ആദ്യം തന്നെ ആക്ടിവിറ്റി 1. ആദ്യം തന്നെ നമുക്കവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. നല്ല മഴയാണ്, ഒരു കുട കൊണ്ട് ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു പിക്ചറാണ്. പക്ഷെ അതിൻ്റെ ക്യാപ്ഷൻ നോക്കിക്കേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എത്ര മനോഹരമായ ദിവസം എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. ഡു യു നോട്ടീസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദി ക്യാപ്ഷൻ? നിങ്ങൾക്ക് എന്തോ ഒരു മാച്ച് അല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലേ ആ പിക്ചറും അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും തമ്മിൽ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ബിലോ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും തോന്നിയതെന്നൊന്ന് എഴുതിക്കേ. നമുക്ക് എഴുതാം, യെസ് ദർ ഇസ് എ മിസ്മാച്ച്. തീർച്ചയായും എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. ദി ഇമേജ് ഷോസ് എ മാൻ ഗെറ്റിംഗ് വെറ്റ് ഇൻ ഹെവി റെയിൻ ആൻഡ് സ്ട്രഗ്ലിംഗ് വിത്ത് ആൻ അംബ്രല്ല. പിക്ചർ എന്താണ് കാണിക്കുന്നത്? നല്ല കോരി ചൊരിയുന്ന ഒരു മഴയിൽ നനയുന്ന ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. കുടയുമായി ഒത്തിരി കഷ്ടപ്പെടുന്നു. ബട്ട് ദ ക്യാപ്ഷൻ സേസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. എന്നാൽ ക്യാപ്ഷൻ പറയുന്നത് എന്താണ്? എത്ര മനോഹരമായ ദിവസം. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ഇൻ ദ ലൈൻ ഗിവൺ ബിലോ? ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലും എന്തോ ഒരു ഐഡിയ വരുന്നില്ലേ? എന്താണത്? നമുക്കറിയാം അല്ലേ. ദ ഐഡിയ ഈസ് ദാറ്റ് ആന്റണി ഈസ് നോട്ട് ട്രൂലി പ്രൈസിങ് ബ്രൂട്ടസ്. സത്യത്തിൽ ആന്റണി ബ്രൂട്ടസിനെ പുകഴ്ത്തുകയല്ല. ബൈ റിപ്പീറ്റിംഗ് ദിസ് ലൈൻ അഗെയിൻ ആൻഡ് അഗെയിൻ ഹീസ് ആക്ച്വലി മോക്കിംഗ് ബ്രൂട്ടസ്. ഈ ഒരു വരികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വഴി ആന്റണി യഥാർത്ഥത്തിൽ ബ്രൂട്ടസിനെ കളിയാക്കുകയാണ്. ആൻഡ് മേക്കിംഗ് ദ ക്രൗഡ് ഡൗട്ട് ബ്രൂട്ടസ് ഓണർ. കൂടാതെ ഇതുവഴി ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കുകയാണ് ബ്രൂട്ടസിന്റെ ശരിയായ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ച്. വെർബൽ അയനി, ദി യൂസ് ഓഫ് വേർഡ്സ് ടു മീൻ സംതിങ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഈസ് സെഡ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ വെർബൽ അയണി എന്ന് പറയുന്നത്. വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ, സെൻറ്റൻസുകളെ ഒക്കെയാണ് നമ്മൾ വെർബൽ അയണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ പിക്ചറും അതിന് കൊടുത്ത ക്യാപ്ഷനും പിന്നെ നമ്മൾ ബ്രൂട്ടസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അത് രണ്ടും വെർബൽ അയണിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് വെർബൽ അയണി എന്ന് മനസ്സിലായി അല്ലേ. അപ്പാർട്ട് ഫ്രം വെർബൽ അയണി ദർ ആർ മെനി അതർ പോയറ്റിക് ഡിവൈസ് ഇൻ ദ സ്പീച്ച് വിച്ച് എൻഹാൻസ് ഇറ്റ്സ് അപ്പീൽ. ഈ ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ ആ പ്രസംഗം അത്ര അടിപൊളിയാക്കാൻ വേണ്ടി വെർബൽ അയണി മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദി ഫോളോയിങ് ഫ്രം ദ സ്പീച്ച്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ. വെർബൽ അയണി കൂടാതെ ഈ സ്പീച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷനും തന്നിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഉൾപ്പെട്ടിട്ടുള്ള ലൈനുകൾ നമ്മൾ ഈ സ്പീച്ചിൽ നിന്നും കണ്ടെത്തി എഴുതാം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. കൂടാതെ അതിൻ്റെ ഫങ്ഷൻസ്, അതുകൊണ്ടുള്ള ഉപയോഗം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുകൂടി നമ്മൾ എഴുതണം. ആദ്യത്തേതും അവസാനത്തേതും മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി മുഴുവൻ നമ്മൾ എഴുതണം കേട്ടോ. എക്സാമ്പിൾസും നമ്മൾ സ്വയം എഴുതണം. ആദ്യത്തേത് മാത്രം തന്നിട്ടുണ്ട്, ബാക്കി മുഴുവനും നമ്മൾ സ്വന്തം എക്സാമ്പിൾസ് എഴുതണം. ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് എളുപ്പമായിട്ട് എഴുതാം. ആദ്യത്തേതാണ് റെപ്പറ്റീഷൻ. വീണ്ടും വീണ്ടും അല്ലേ ഒരേ ലൈനുകൾ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് അത് തന്നെ, റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്, ലൈൻസ് ഫ്രം ദ ടെക്സ്റ്റ്. അതുകൊണ്ട് അത് തന്നെയാണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ടു എംഫസൈസ് ഐഡിയാസ്, ചില കാര്യങ്ങളെ അത് എടുത്തു കാണിക്കാൻ വേണ്ടി. യുവർ എക്സാമ്പിൾ ഓർ ക്രിയേഷൻ, അതും ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, സ്മൈൽ സ്മൈൽ അറ്റ് ദ ലിറ്റിൽ തിങ്സ്. അതിൽ സ്മൈൽ എന്നുള്ള വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാം. രണ്ടാമത്തതാണ് മെറ്റഫർ, കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യാൻ, കമ്പയർ ചെയ്യാനാണ് നമ്മൾ മെറ്റഫർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് സിമിലി അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സിമിലിയും മെറ്റഫറും. പക്ഷെ സിമിലിയിൽ നമ്മൾ ലൈക്ക് അഥവാ ആസ് എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ടൈം ഈസ് ലൈക്ക് എ തീഫ്. സമയം എന്നത് ഒരു കള്ളനെ പോലെയാണ്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്നാൽ മെറ്റഫറിൽ എന്താണ്? നമ്മളെങ്ങനെ പറയും? ടൈം ഈസ് എ തീഫ്. അവിടെ ലൈക്ക് എന്നോ ആസ് എന്നോ വാക്കുകൾ ഉണ്ടാവില്ല. സമയം എന്നത് കള്ളനാണ് എന്ന് പറയുന്നു. സമയവും കള്ളനും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലേ. സിമിലിയിൽ സമയം കള്ളനെ പോലെയാണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്താ, അവ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ മെറ്റഫറിലോ അവ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് വാദിക്കുന്നു. ടൈം ഈസ് എ തീഫ്, സമയം കള്ളനാണ്. സ്പീച്ചിൽ നിന്നുള്ളൊരു ലൈൻ എന്താ? മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം സീസറിനോടൊപ്പം ശവപ്പെട്ടിയിലാണ്
എന്നാ പറയുന്നത് അല്ലേ, അല്ലാതെ എൻ്റെ ഹൃദയം ശവപ്പെട്ടിയിൽ ഇരിക്കുന്നത് പോലെയാണ് എന്നല്ല, അവിടെ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ടു ഷോ ഡീപ് സോറോ ആൻഡ് ഇമോഷൻ. ഇവിടെ വൈകാരികതയും അല്ലെങ്കിൽ അത്ര സങ്കടവും അല്ലെ ആ വിഷമവും ഒക്കെ കാണിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ക്ലൗഡ് ഈസ് എ കോട്ടൺ ക്യാൻഡി. മേഘങ്ങൾ പഞ്ഞി മിഠായി ആണ് എന്ന് തന്നെ പറയുന്നു. മേഘവും കോട്ടൺ ക്യാൻഡിയും അല്ലെ രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എന്നാൽ മെറ്റഫർ എന്ന പോയറ്റിക് ഡിവൈസ് അതിനെ രണ്ടിനെയും ഒന്നിച്ച് ചേർക്കുന്നു. അടുത്തതാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് കോൺസിക്യൂട്ടീവ് വേർഡ്സ്. ഇപ്പോൾ ഒരു ലൈനിൽ തന്നെ ഒരേ ശബ്ദം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്പീച്ചിൻ്റെ ആ ഒരു ടൈറ്റിലിൽ തന്നെ ഈ അലിട്രേഷൻ കാണാം. ഫ്രണ്ട്സ്, റൊമൻസ്, കൺട്രിമെൻ എല്ലായിടത്തും ആ ആറിൻ്റെ ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായി കാണാം. ടു ക്രിയേറ്റ് റിതം ആൻഡ് ഫോക്കസ് അല്ലെ, ഒരു താളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനേക്ക് കൂടുതൽ ഒരു ഫോക്കസ് അല്ലെ ഒരു ശ്രദ്ധ കിട്ടും. അതിന് നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. പീറ്റർ പിക്ഡ് എ പിങ്ക് പെറ്റൽ. ഇവിടെ വീണ്ടും വീണ്ടും പ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അടുത്തതാണ് അയനി. നമ്മൾ ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞല്ലേ, എന്താണോ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് നമ്മൾ ഉദ്ദേശിക്കും. ദി യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദ ലിറ്ററൽ മീനിങ്. എന്താണോ വാക്കുകൾ കൊണ്ടുള്ള അതിൻ്റെ ഡയറക്റ്റ് മീനിങ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ഇവിടെ വീണ്ടും വീണ്ടും ബ്രൂട്ടസ് മഹാനാണെന്ന് പറയുമ്പോൾ എന്താ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ബ്രൂട്ടസ് മഹാനല്ല എന്ന്. ടു ഷോ ഹിഡൻ മീനിങ് അല്ലെ, അതിന് ഒളിഞ്ഞിരിക്കുന്ന എന്തോ ഒരു അർത്ഥമുണ്ട് അതിന്. അല്ലെങ്കിൽ സർക്കാസം എന്ന് വെച്ചാൽ എന്താ, കളിയാക്കുക അല്ലെ, ഒന്ന് ആക്കുക. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഹൗ ലക്കി ഐ ആം ടു ഗെറ്റ് മോർ ഹോംവർക്ക്. ഞാൻ എന്ത് ഭാഗ്യവാനാ, എനിക്കിന്നൊരു 10 ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ഭാഗ്യവാനാ നമ്മൾ പറയും അല്ലേ ഫ്രണ്ട്സിനോട്. ശരിക്കും ഇത്രയും ഹോംവർക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഭാഗ്യവാനാണെന്നാണോ നമ്മൾ നേരെ പറയുന്നത്? അല്ല, നമ്മളത് ആക്കി പറയുവാണ്. അതാണ് അയനി. മറ്റൊന്നാണ് ഹൈപ്പർബോൾ. ഹൈപ്പർബോൾ എന്നാൽ എക്സാജറേഷൻ ആണ്. ഉള്ളതിനേക്കാളും കൂടുതൽ പരത്തി പറയുമെന്ന് പറയാം അല്ലേ. എക്സാമ്പിൾ, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. താൻ ദുഃഖത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി എത്ര പെരുപ്പിച്ചാൽ അത് പറയുന്നതെന്ന് നോക്ക്. എൻ്റെ ഹൃദയം അങ്ങ് ശവപ്പെട്ടിയിലാണെന്നാണ് പറയുന്നത് സീസറിൻ്റെ കൂടെ. ടു ഷോ സ്ട്രോങ് ഇമോഷൻ. ചില കാര്യങ്ങൾ നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ക്ലിയർ ആവില്ല അല്ലേ. അതിൻ്റെ ശരിക്കും അത്ര അതിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കണമെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളത് ഒന്ന് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ടി വരും. എക്സാമ്പിൾ, ഐ ഹാവ് ടോൾഡ് യു 1,000,000 ടൈംസ്. ഞാൻ നിന്നോടൊരു 1000 പ്രാവശ്യം പറഞ്ഞെന്നൊക്കെ പറയും അല്ലേ നമ്മൾ. എന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് 1000 പ്രാവശ്യം പറഞ്ഞോ? ഇല്ല. അതെന്താ സൂചിപ്പിക്കുന്നത്? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അവസാനത്തേതാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി പ്രസംഗത്തിലൊക്കെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും അല്ലേ, ചോദ്യങ്ങൾ ഉപയോഗിക്കും. നന്നായി പ്രസംഗം പറയുന്നവരുടെയൊക്കെ സ്പീച്ച് കേട്ടാൽ അറിയാം. പക്ഷെ അപ്പം തന്നെ അവർക്ക് അതിന് ഉത്തരം വേണ്ട, ഉത്തരമൊന്നും അവർക്ക് വേണ്ട, പക്ഷെ ചോദ്യങ്ങൾ ഉപയോഗിക്കും. എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എൻ ആൻസർ ആസ് ഇറ്റ് ഈസ് ഒബ്വിയസ്. ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഉത്തരവൊന്നും കൊടുക്കണ്ട, പക്ഷെ ആ ചോദ്യം വളരെ സ്ട്രോങ് ആയിരിക്കും. അത് സ്പീച്ചിനെ വേറെ ലെവലാക്കി മാറ്റും. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്. അതിൽ ചോദിക്കുന്നുണ്ട്, പല തെളിവുകൾ നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്നും സീസർ അംബീഷ്യസ് ആണ് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അവിടെ ഒരിക്കലും മാർക്ക് ആൻ്റണി അവരുടെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിലേക്ക് തറയ്ക്കുന്നുണ്ട്. ടു എംഫാസിസ് എ പോയിന്റ്, ഒരു പോയിന്റിന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡു യു വാണ്ട് ടു ബി ലേറ്റ് ഫോർ സ്കൂൾ. സ്കൂളിലെത്താൻ നിനക്ക് ലേറ്റ് ആകണോ എന്ന് നമ്മൾ ചോദിക്കല്ലേ പേരൻസ് ഒക്കെ. ഇവിടെ യെസ് ഓർ നോ എന്ന ഉത്തരം പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അത് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എക്സാമ്പിളാണ്. അങ്ങനെ നമ്മൾ ആ ടേബിൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. Analyze Mark Antony's use of rhetorical devices in his speech and observe how these help him manipulate the crowd's emotions. Now prepare an appreciation of the speech. ഇപ്പോൾ ഈ പോയറ്റിക് ഡിവൈസുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതെങ്ങനെയാണ് ആ സ്പീച്ചിനെ അടിപൊളിയാക്കിയത്, മനോഹരമാക്കിയത്? ഒരു അപ്രിസിയേഷൻ ആ സ്പീച്ചിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം സിമ്പിളായിട്ട്. Mark Antony's funeral speech is a powerful example of how poetic devices can influence an audience. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം എന്ന് പറയുന്നത് എങ്ങനെ ഒരു പോയറ്റിക് ഡിവൈസിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നതിന് ഒരു എക്സാമ്പിളാണ്. ഹി യൂസസ് വെർബൽ അയണി ഇൻ ദ ലൈൻ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ ടു സജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ബ്രൂട്ടസ് ഒരു മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെർബൽ അയണിയാണ് അല്ലേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിന് നേരെ ഓപ്പോസിറ്റ് പറയാം. ക്ലെവർലി മേക്കിംഗ് ദ ക്രൗഡ് ക്വസ്റ്റ്യൻ ബ്രൂട്ടസ് ഓണസ്റ്റി. അത് ആളുകളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാക്കുന്നു, ബ്രൂട്ടസിന്റെ സത്യസന്ധതയെക്കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നു. റെപ്പിറ്റേഷൻ ഓഫ് ദിസ് ഫ്രേസ് ത്രൂ ഔട്ട് ദ സ്പീച്ച് ആഡ്സ് ടു ദ ഡൗട്ട് ആൻഡ് ബിൽഡ്സ് ടെൻഷൻ. ഇതേ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ആളുകളുടെ ഇടയിൽ ഒരു ടെൻഷനും ഡൗട്ടും സൃഷ്ടിക്കുന്നുണ്ട്. ആന്റണി ഓൾസോ യൂസസ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട്സ് ഹിസ് ആംബിഷൻ ടു മേക്ക് പീപ്പിൾ തിങ്ക് ഡീപ്ലി വിത്തൗട്ട് എക്സ്പെക്ടിങ് എൻ ആൻസർ.
ഇതാണോ നിങ്ങൾ പറഞ്ഞ അംബീഷ്യസ് ആയ സീസർ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് ആളുകളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ഒരു ആൻസർ ആന്റണി എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല ഇത് ചോദിക്കുന്നത്. ത്രൂ ഹൈപ്പർ ബോൾ സച്ച് ആസ് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ, ആന്റണി ഷോസ് ഡീപ് സോറോ ആൻഡ് സ്റ്റിർസ് ഇമോഷൻ. അല്ലെ, എൻ്റെ ഹൃദയം ഇപ്പോൾ സീസറിനോടൊപ്പം ശവപ്പെട്ടിയിലാണ് എന്ന് പറയുമ്പോൾ അത് എക്സാജറേറ്റ് ചെയ്തല്ലേ, പരത്തി പറയുകയാണ്. എന്നാൽ അതുവഴി അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയ ഇമോഷൻസ് ആളുകളിലേക്ക് കൊടുക്കുകയാണ്. ദ യൂസ് ഓഫ് അലിട്രേഷൻ ഇൻ ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമാൻ മേക്സ് ദ ഓപ്പണിംഗ് ക്യാച്ചി ആൻഡ് മെമ്മറബിൾ. അല്ലെ, അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആ വരികളിൽ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, അവിടെ എന്നുള്ള ശബ്ദം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി പെട്ടെന്ന് തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കാനും പെട്ടെന്ന് അത് ഓർത്തിരിക്കാനും സഹായകമാകുന്നുണ്ട്. ദിസ് പോയറ്റിക് ഡിവൈസസ് ഹെൽപ്പ് ആന്റണി വിൻ ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ. ഈ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഈ സ്പീച്ചിൽ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് കീഴടക്കാനായിട്ട് ആന്റണിക്ക് കഴിഞ്ഞു. ടേൺ ദം അഗെയിൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്, അതുവഴി ആളുകളെ ഈ കോൺസ്പിറേറ്റേഴ്സിനെ എതിർക്കാനും കഴിഞ്ഞു. ആൻഡ് മേക്ക് ഹിസ് സ്പീച്ച് അൺഫോർഗറ്റബിൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് ഇന്നത്തെ തലമുറയും മറക്കാതെ ഓർത്ത് വെക്കുകയാണ്. അങ്ങനെ ഈ അപ്രീസിയേഷൻ എഴുതിയതോടെ നമ്മുടെ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ആയി. ഇനി ആക്ടിവിറ്റി 2ലേക്ക് പോവാം. Friends, Roman countrymen is one of the most powerful and influential speeches in history and literature. നമ്മൾ ചരിത്രവും ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും വളരെ പവർഫുള്ളായ, എല്ലാവരാലും ഓർത്തിരിക്കപ്പെടുന്ന അത്ര പ്രശസ്തമായ ഒരു സ്പീച്ചാണിത്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ പ്ലാൻസ് ടു സ്റ്റേജ് ദ ഓറേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ലെറ്റ്സ് അറ്റംപ്റ്റ് എ സ്പീച്ച് ക്വയർ. എന്നാൽ ഒരു സ്പീച്ചായിട്ടല്ല നമ്മളിത് പറയുന്നത്, ഒരു സ്പീച്ച് ക്വയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും സ്പീച്ച് ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീച്ച് എന്താണെന്ന് നമുക്കറിയാം, ക്വയർ എന്താണെന്ന് പറയാം അല്ലേ. ക്വയർ പാട്ടാണ്. അപ്പോൾ സ്പീച്ച് ക്വയർ എന്തായിരിക്കും? യെസ്, ഒരു പാട്ടിൻ്റെയും സ്പീച്ചിൻ്റെയും മിക്സാണ്. പാട്ടുകൾ പോലെയും വരികൾ പാടും, സെയിം ടൈം സ്പീച്ചിൽ ഉപയോഗിക്കുന്നത് പോലെ വളരെ പവർഫുള്ളായി ടോൺ വേരി ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക് മിക്സ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യും. എന്നാൽ അത് നമ്മളിങ്ങനെ വടി പോലെ നിന്നിട്ടല്ല, ആക്ഷൻസ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാവും, പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും, സ്പീച്ചിലെ പോലെ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാത്തിനെയും കൂടി ഒരു മിക്സാണ് ഈ സ്പീച്ച് ക്വയർ എന്നത്. സ്പീച്ച് ക്വയേഴ്സ് മേക്ക് യൂസ് ഓഫ് ജെസ്റ്റേഴ്സ് ആൻഡ് വോക്കലൈസേഷൻ. ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗ്യങ്ങൾ അല്ലെ, ആക്ഷൻസ്. സെയിം ടൈം വോക്കലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ശബ്ദം അല്ലെ. ശബ്ദത്തിൻ്റെ ഡിഫറെൻ്റ് ആയ വേരിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സീക്രട്ട് പറയുന്നത് പോലെ, ഷൗട്ട് ചെയ്യുന്നത് പോലെ ഒക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് നല്ല ഇമ്പാക്റ്റ് ഓഡിയൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ക്യാൻ യു ലിസ്റ്റ് ദ അതർ ഫീച്ചേഴ്സ് ഓഫ് എ ക്വയർ? കൂടാതെ ഈ സ്പീച്ച് ക്വയറിൻ്റെ മറ്റുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? ഒരു മെയിൻ ഫീച്ചറാണ് ഗ്രൂപ്പ് പെർഫോമൻസ്. ഇതൊരിക്കലും തന്നെയല്ല ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുക. രണ്ടാമത്തത് വോയിസ് എക്സ്പ്രഷൻസ്. അപ്പോൾ സന്തോഷത്തിന് ഇമോഷൻ കാണിക്കാൻ ഒരു പ്രത്യേക സൗണ്ട് ആയിരിക്കും, ദേഷ്യം, സങ്കടം, ഇതിനെല്ലാം അവർ വേറെ വേറെ വോയിസ് എക്സ്പ്രഷൻ, സൗണ്ട് കൊണ്ട് വ്യത്യാസം ഉപയോഗിക്കും. മറ്റൊന്നാണ് കോറൽ സ്പീക്കിംഗ്. വെറുതെ സംസാരിക്കുകയല്ല, അതിനൊരു താളം ഉണ്ടാവും, ഒരു റിതം ഉണ്ടാവും, ഒരു സ്പീഡ് ഉണ്ടാവും. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ആക്ഷൻസ്, മുഖം കൊണ്ട് എക്സ്പ്രഷൻസ് ഉണ്ടാവും, പിന്നെ ഓരോ ആംഗ്യങ്ങൾ ഉണ്ടാവും. യൂണിറ്റി ആൻഡ് കോർഡിനേഷൻ, നമ്മൾ മൈം ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ഒരു യൂണിറ്റി, ഒരു കോർഡിനേഷൻ ഉണ്ടാവും മൈം ചെയ്യുന്നത് പോലെ. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ ഓഫ് ദ വെൽ നോൺ സ്പീച്ച് ഐ ഹാവ് എ ഡ്രീം ബൈ മാർട്ടിൻ ലൂതർ കിങ്. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിരിക്കുന്ന വളരെ ഫേമസ് ആയ സ്പീച്ചാണ് അല്ലേ, ഐ ഹാവ് എ ഡ്രീം. അപ്പോൾ എല്ലാവരും അത് കാണണം. ആ സ്പീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെല്ലാവരും വായിച്ചു നോക്കണേ. നോട്ട് യുവർ ഒബ്സർവേഷൻസ് ഓൺ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച്. ആ സ്പീച്ച് നിങ്ങൾ യൂട്യൂബിൽ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോക്സ് ഫില്ല് ചെയ്യണം. ജെസ്റ്റേഴ്സ്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജെസ്റ്റർ, എങ്ങനെയായിരുന്നു ആംഗ്യങ്ങൾ ഉണ്ടായിരുന്നത്, ആക്ഷൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു, ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലേ, പറയുന്ന വാക്കുകളിൻ്റെ അതേ താളത്തിന് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഹാൻഡ് മൂവ്മെൻറ്റ്സ് ടു മാച്ച് ദ റിതം ഓഫ് ഹിസ് വേർഡ്സ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സംടൈംസ് സീരിയസ് വെൻ ഹി സ്പോക്ക് അബൌട്ട് പ്രോബ്ലംസ്. പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം സീരിയസ് ആയിരുന്നു. ആൻഡ് ഹോപ്പ്ഫുൾ വെൻ ഹി സ്പോക്ക് അബൌട്ട് ഡ്രീംസ്. എന്നാൽ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രത്യാശ കാണാനായിട്ട് നമുക്ക് കഴിയും. വോയിസ് മോഡുലേഷൻ, അദ്ദേഹം സ്ട്രോങ് ആൻഡ് പവർഫുൾ വോയിസ് യൂസ് ചെയ്യുന്നുണ്ട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി. കൂടാതെ ഇടയ്ക്ക് നിർത്തുന്നുണ്ട് അല്ലേ, പോസ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം കൊടുക്കുന്നതാണ് ആ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന പോസ്. നൗ റീഡ് ദ എക്സെപ്റ്റ് aloud, giving emphasis to these features. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു യെല്ലോ ബോക്സിൽ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസും വോയിസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടും ജസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടും ഇത് പറയാനായിട്ട് ഒന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കണം കേട്ടോ. Prepare the speech choir script of Friends, Romans, Countrymen and enjoy performing it in class. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച്, റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്ന ഈ ചാപ്റ്ററിൻ്റെ ഒരു സ്പീച്ച് ക്വയറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് എല്ലാവരും അത് ക്ലാസ്സിൽ ചെയ്യുകയും
ചെയ്യുകയും വേണം. ഞാൻ വളരെ സിമ്പിളായ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തരാം. ഞാനിവിടെ സ്ക്രിപ്റ്റ് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോ വാക്കുകൾ എങ്ങനെ പറയണം, ഏത് എക്സ്പ്രഷൻ ഉപയോഗിക്കണം എന്ന് വരെ ഞാൻ ഈ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കതനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് കൊയർ പ്രസൻറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് അപ്രീഷിയേറ്റിൻ്റെ മെയിനായ 2 ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റിയുമായി എത്രയും വേഗം കാണാം. താങ്ക്